ഹായ് ഫ്രണ്ട്സ്, NSN ജോബ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൻട്രൽ വെയർഹൌസിംഗ് കോർപ്പറേഷനിലെ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 179 ഒഴിവുകളാണുള്ളത്. അത് നമുക്ക് ഓരോന്നായിട്ട് ഇതിന്റെ വിശദാംശത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്കിനി നോട്ടിഫിക്കേഷനെ പറ്റി വിശദമായി നോക്കാം. ഒന്നാമത്തെ തസ്തിക മാനേജ്മെന്റ് ട്രെയിനി ജനറൽ. അതിന് ഒഴിവുകളുള്ളത് UR 19, UR അൺറിസർവ്ഡ് കാറ്റഗറിയാണ്. OBC 11 ഒഴിവ്, EWS 4 ഒഴിവ്, SC 3 ഒഴിവ്, ST 3 ഒഴിവ്, PWBD 2 ഒഴിവ്, അതായത് ഡിസേബിൾഡ് പേഴ്സൺ ഉള്ളത്. അങ്ങനെ ടോട്ടൽ 40 ഒഴിവുകളാണുള്ളത്. അതിന്റെ ശമ്പള സ്കെയിൽ പറയുന്നത് 60,000 മുതൽ 1,80,000 രൂപ വരെയാണ് ശമ്പളം പറയുന്നത്. അതിന്റെ ട്രെയിനിങ് സമയത്ത് നമുക്ക് 88,620 രൂപ ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇതിന്റെ ഏജ്, അതായത് വയസ്സ്, പ്രായപരിധി പറയുന്നത് 28 വയസ്സാണ്. അതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 13/1/1997 12/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. അടുത്ത രണ്ടാമത്തെ തസ്തിക മാനേജ്മെന്റ് ട്രെയിനി ടെക്നിക്കൽ. EWS 1, OBC 3, SC 1, UR 8, PWBD 1. അങ്ങനെ ആകെ 13 ഒഴിവുകളാണുള്ളത്. 60,000 മുതൽ 1,80,000 രൂപ വരെയാണ് ശമ്പള സ്കെയിൽ പറഞ്ഞിരിക്കുന്നത്. ട്രെയിനിങ് സമയത്ത് 88,620 രൂപ ലഭിക്കുന്നതാണ്. വയസ്സിളവ് പറയുന്നത് 28 വയസ്സാണ്. പ്രായപരിധി പറയുന്നത് അത് 13/1/1997 അതേപോലെ 12/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. മൂന്നാമത്തത് അടുത്ത അക്കൗണ്ടന്റ് ആയിട്ടാണ് ഉള്ളത്. അതിന്റെ ഒഴിവുകൾ നോക്കാം. UR 1 ഒഴിവ്, EWS 1 ഒഴിവ്, അതേപോലെ തന്നെ SC 4, ST 1, OBC 2, PWBD 1. അങ്ങനെ ആകെ 9 ഒഴിവുകളാണ് ഉള്ളത്. ശമ്പള സ്കെയിൽ നോക്കുകയാണെങ്കിൽ 40,000 മുതൽ 1,40,000 രൂപ വരെയാണ് ശമ്പളം വരുന്നത്. ഇതിലെ പ്രായപരിധി 30 വയസ്സാണ്. അത് 13/1/1995 12/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. അടുത്തത് സൂപ്രണ്ട് ജനറൽ. UR 13, SC 3, ST 2, OBC 2, EWS 2, PWBD 1. അങ്ങനെ ആകെ 22 ഒഴിവുകളാണ് ഉള്ളത്. 40,000 മുതൽ 1,40,000 വരെയാണ് ശമ്പള സ്കെയിൽ പറഞ്ഞിരിക്കുന്നത്. പ്രായപരിധി 30 വയസ്സാണ്. കാൻഡിഡേറ്റ്സ് 13/1/1995 12/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. അടുത്ത ഒഴിവ് ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ്. SC 17, ST 5, OBC 18, UR 33, EWS 8, PWBD 4. അങ്ങനെ 81 ഒഴിവുകളാണുള്ളത്. ശമ്പള സ്കെയിൽ നോക്കുകയാണെങ്കിൽ 29,000 മുതൽ 93,000 രൂപ വരെ. പ്രായപരിധി 28 വയസ്സാണ്. കാൻഡിഡേറ്റ്സ് 13/1/1997 12/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. അടുത്ത തസ്തിക സൂപ്രണ്ട് ജനറൽ. അതിന് ജനറൽ വിഭാഗത്തിന് മാത്രമേ 2 ഒഴിവുകളുള്ളൂ. അതിന് ശമ്പള സ്കെയിൽ 40,000 മുതൽ 1,40,000 വരെ. പ്രായപരിധി 30 വയസ്സാണ്. ഉദ്യോഗാർത്ഥികൾ 13/1/1995 12/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. അടുത്തതായി വരുന്നത് ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ്. SC 1, ST 1, OBC 2, UR 5, EWS 1. അങ്ങനെ ആകെ 10 ഒഴിവുകളാണുള്ളത്. ശമ്പള സ്കെയിൽ വരുന്നത് 29,000 മുതൽ 93,000 രൂപ വരെയാണ്. പ്രായപരിധി 28 വയസ്സ്. ഉദ്യോഗാർത്ഥികൾ 13/1/1997 12/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ലാസ്റ്റ് ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ്. അതും ജനറൽ വിഭാഗത്തിന് മാത്രമേ 2 ഒഴിവുകളുള്ളൂ. ശമ്പള സ്കെയിൽ 29,000 രൂപ മുതൽ 93,000 രൂപ വരെയാണ്. പ്രായപരിധി 28 വയസ്സാണ്. ഉദ്യോഗാർത്ഥികൾ 13/1/1997 12/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. അടുത്തതായി നമുക്ക് തസ്തികയും യോഗ്യതയും നോക്കാം. മാനേജ്മെന്റ് ട്രെയിനി ജനറൽ. ഡിഗ്രി വിത്ത് ഫസ്റ്റ് ക്ലാസ് മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, സ്പെഷ്യലൈസേഷൻ ഇൻ പേഴ്സണൽ മാനേജ്മെന്റ് ഓർ ഹ്യൂമൻ റിസോഴ്സ് ഓർ ഇൻഡസ്ട്രിയൽ റിലേഷൻ ഓർ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഓർ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. അടുത്തത് മാനേജ്മെന്റ് ട്രെയിനി ടെക്നിക്കൽ. യോഗ്യത ഫസ്റ്റ് ക്ലാസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ വിത്ത് എൻഡമോളജി ഓർ മൈക്രോബയോളജി ഓർ ബയോകെമിസ്ട്രി ഓർ ഫസ്റ്റ് ക്ലാസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ ബയോകെമിസ്ട്രി ഓർ സുവോളജി വിത്ത് എൻഡമോളജി. കൂടാതെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഓൺ വെയർഹൌസിംഗ് ആൻഡ് കോൾഡ് ചെയിൻ മാനേജ്മെന്റ് ഓർ ക്വാളിറ്റി മാനേജ്മെന്റ് യോഗ്യതയുള്ളവർക്ക് മുൻഗണനയുണ്ട്. അടുത്തതായിട്ട് അക്കൗണ്ടന്റ് ആണ്. യോഗ്യത BCom ഓർ BA കൊമേഴ്സ് ഓർ CA ഓർ കോസ്റ്റ് ആൻഡ് വർക്ക്സ് അക്കൗണ്ടൻസ് ഓർ SAS അക്കൗണ്ടൻസ് ഓഫ് ദ ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ്. പ്രവൃത്തി പരിചയമുണ്ട്. വ്യാവസായിക മേഖലയിൽ അക്കൗണ്ടന്റായി 3 വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ്. അടുത്തതായി സൂപ്രണ്ടാണ് ജനറൽ. അതിൽ PG ഡിഗ്രി മതി. അത് ഏത് വിഷയത്തിലാണെങ്കിലും കുഴപ്പമില്ല. PG ഡിഗ്രി വേണമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ എക്സ്പീരിയൻസിന്റെ ആവശ്യമൊന്നും തന്നെ ഇല്ല. ഇനി ലാസ്റ്റില് ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് ആണ്. അതിന് യോഗ്യത വരുന്നത് ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ. അപ്പൊ അഗ്രികൾച്ചർ മേഖലയിൽ ഡിഗ്രി വേണം. അതുപോലെ തന്നെ സുവോളജി, കെമിസ്ട്രി അല്ലെങ്കിൽ ബയോ കെമിസ്ട്രി ഇവയിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം. എക്സ്പീരിയൻസ് ഒന്നും തന്നെ ആവശ്യമില്ല. നെക്സ്റ്റ് സൂപ്രണ്ട് ജനറൽ. അതിന് ക്വാളിഫിക്കേഷൻ വരുന്നത് ഏതെങ്കിലും വിഷയത്തിൽ PG മതി.
അതുകൂടാതെ എക്സ്പീരിയൻസ് ഒന്നും തന്നെ ആവശ്യമില്ല എന്നുള്ളതാണ്. അടുത്തായി വരുന്നത് ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ്. അതിന്റെ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ ഓർ സുവോളജി, കെമിസ്ട്രി, ബയോകെമിസ്ട്രി ഇവയിൽ ഏതെങ്കിലും ഡിഗ്രി മതിയാകും. അതിനും എക്സ്പീരിയൻസ് ഒന്നും തന്നെ ആവശ്യമില്ല. അടുത്തതായിട്ട് ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ്. അതിനും ഇതേപോലെ തന്നെ അഗ്രികൾച്ചറിൽ ഡിഗ്രി വേണം. അല്ല എന്നുണ്ടെങ്കിൽ സുവോളജി, കെമിസ്ട്രി, ബയോകെമിസ്ട്രി ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ ഡിഗ്രി വേണമെന്നുള്ളതാണ്. എക്സ്പീരിയൻസ് ഒന്നും തന്നെ ആവശ്യമില്ല. അടുത്തതായി ഏജ് റിലാക്സേഷന്റെ കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഓരോ കാറ്റഗറിക്കും എത്ര ഏജ് റിലാക്സേഷൻ ഉണ്ടെന്നുള്ളതാണ്. ആദ്യമായി ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബ്സിനും 5 ഇയേഴ്സ് ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതേപോലെ OBC അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിക്ക് 3 വർഷത്തെ വയസ്സിളവുണ്ട്. അടുത്തതായിട്ട് പേഴ്സൺസ് വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റി PWBD 10 വർഷത്തെ വയസ്സിളവുണ്ട്. അതുകൂടാതെ എക്സ് സർവീസ്മാൻ, കമ്മീഷൻഡ് ഓഫീസേഴ്സ് ഇൻക്ലൂഡിംഗ് എമർജൻസി കമ്മീഷൻഡ് ഓഫീസേഴ്സ്, ഷോർട്ട് സർവീസ് കമ്മീഷൻഡ് ഓഫീസേഴ്സ് ഇവർക്കൊക്കെ ഒരു 5 വർഷത്തെ വയസ്സിളവ് പറയുന്നുണ്ട്. എക്സ് സർവീസ്മാൻ ഫോർ ദ പോസ്റ്റ് കോഡ് 578 അവർക്ക് 3 വർഷത്തെ വയസ്സിളവുണ്ട്. അതേപോലെ പേഴ്സൺസ് അഫക്റ്റഡ് ബൈ 1984 റൈറ്റ്സ് അവർക്ക് 5 വർഷത്തെ വയസ്സിളവും അനുവദിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഓൺലൈൻ എക്സാമിനേഷന്റെ സ്ട്രക്ചർ ആണ് പറയാൻ പോകുന്നത്. മാനേജ്മെന്റ് ട്രെയിനി ജനറൽ ആൻഡ് ടെക്നിക്കൽ. അതിന് വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കാം. നെയിം ഓഫ് ടെസ്റ്റ് ആദ്യം ഉള്ളത് പ്രൊഫഷണൽ നോളജ്. അതിന് 100 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. മാർക്ക് 100 തന്നെയാണ്. അതുപോലെ തന്നെ ഹിന്ദിയിലും ഇംഗ്ലീഷിലും നമുക്ക് അതിന് ആൻസർ ചെയ്യാവുന്നതാണ് മീഡിയം ഓഫ് എക്സാം. അതേപോലെ തന്നെ അതിന് അലോട്ട് ചെയ്തിരിക്കുന്ന സമയം 70 മിനിറ്റ് ആണ്. ഇനി വരുന്നത് ജനറൽ അവയർനെസ് ആണ്. അതിന് 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 20 മാർക്ക്. ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ എഴുതാം. അലോട്ട് ചെയ്തിരിക്കുന്ന ടൈം 15 മിനിറ്റ് ആണ്. ഇനി ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. അതിന് 25 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, 25 മാർക്ക്. അതേപോലെ തന്നെ അത് ഇംഗ്ലീഷിൽ തന്നെ എഴുതാവുള്ളതെന്ന് നമുക്ക് അറിയാവുന്നതാണ്. അതേപോലെ അതിന് അലോട്ട് ചെയ്തിരിക്കുന്ന ടൈം 20 മിനിറ്റ് ആണ്. റീസണിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് അതാണ് അടുത്തത്. 25 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, 25 മാർക്ക്. ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ അതിന് ആൻസർ ചെയ്യാം. അലോട്ട് ചെയ്തിരിക്കുന്ന ടൈം 20 മിനിറ്റ് ആണ്. നെക്സ്റ്റ് ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. അതിന് 30 ക്വസ്റ്റ്യൻ ആണ് അതിനെ ബേസ് ചെയ്ത് ചോദിക്കുന്നത്. അതിന് 30 മാർക്കായിരിക്കും. ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അലോട്ട് ചെയ്തിരിക്കുന്ന ടൈം 25 മിനിറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ മാനേജ്മെന്റ് ട്രെയിനി ജനറൽ ടെക്നിക്കലിന് ആകെ വരുന്ന മാർക്ക് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് 200 ആണ്. മാർക്കും 200 തന്നെയാണ്. അതിന് അലോട്ട് ചെയ്തിരിക്കുന്ന സമയം 2.5 മണിക്കൂറാണ്. ഇനി നമുക്ക് അടുത്ത തസ്തികയിലേക്ക് നോക്കാം. അക്കൗണ്ടന്റ് ആണ് വരുന്നത്. അതിന്റെ നെയിം ഓഫ് ടെസ്റ്റ് അത് ഇതേപോലെ തന്നെ പ്രൊഫഷണൽ സബ്ജക്ട് നോളജ് ആണ് വരുന്നത്. അതിന് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 60 എണ്ണം ഉണ്ടായിരിക്കും. മാക്സിമം മാർക്കും 60 തന്നെയാണ്. ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ആൻസർ എഴുതാവുന്നതാണ്. അലോട്ട് ചെയ്തിരിക്കുന്ന ടൈം 55 മിനിറ്റ് ആണ്. ജനറൽ അവയർനെസ് വരുന്നത് 40 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. മാർക്സും 40 തന്നെയാണ്. ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അലോട്ട് ചെയ്തിരിക്കുന്ന ടൈം 20 മിനിറ്റ് ആണ്. അതേപോലെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇതിൽ 40 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. മാർക്സും 40 എണ്ണമാണ്. എഴുതേണ്ടത് ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കണം. 25 മിനിറ്റ് ആണ് അലോട്ട് ചെയ്തിരിക്കുന്ന ടൈം. റീസണിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് 30 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, 30 മാർക്ക്. ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ നിങ്ങൾക്ക് എക്സാം എഴുതാം. 25 മിനിറ്റ് ആണ് അലോട്ട് ചെയ്തിരിക്കുന്ന ടൈം. അടുത്ത് വരുന്നത് ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. അതിന് 30 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, 30 മാർക്ക്. ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ എഴുതാവുന്നതാണ്. 25 മിനിറ്റ് ആണ് അലോട്ട് ചെയ്തിരിക്കുന്ന ടൈം. അപ്പോൾ അക്കൗണ്ടന്റിന് ആകെ ക്വസ്റ്റ്യൻസിന്റെ എണ്ണം 200 ആണ്. 200 മാർക്കാണ്. അലോട്ട് ചെയ്തിരിക്കുന്ന ടൈമും 2.5 മണിക്കൂറാണ്. അടുത്തായിട്ട് നമുക്ക് നോക്കേണ്ടത് സൂപ്രണ്ട് ആണ് ജനറൽ. അതിൽ ആദ്യം വരുന്നത് റീസണിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് ആണ്. 60 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, 60 മാർക്കിന്. ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് ആണ് മീഡിയം വരുന്നത്. അലോട്ട് ചെയ്തിരിക്കുന്ന ടൈം 50 മിനിറ്റ് ആണ്. അതേപോലെ അടുത്തത് വരുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. അതിന് 40 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ 40 മാർക്കും. ഇംഗ്ലീഷിൽ തന്നെ എഴുതേണ്ടതാണ്. 25 മിനിറ്റ് ആണ് അലോട്ട് ചെയ്തിരിക്കുന്ന ടൈം. അതിനടുത്ത് വരുന്നത് ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. അതിന് 60 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, 60 മാർക്ക്. ഹിന്ദി ഇംഗ്ലീഷിലോ എഴുതാവുന്നതാണ്. 50 മിനിറ്റ് ആണ് അതിന്റെ ടൈം. അടുത്തത് ജനറൽ അവയർനെസ് ആണ്. 40 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, 40 മാർക്കിന്. ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ എഴുതാം. അലോട്ട് ചെയ്തിരിക്കുന്ന ടൈം 25 മിനിറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ സൂപ്രണ്ട് ജനറൽ തസ്തികയ്ക്ക് 2.5 മണിക്കൂറാണ് അലോട്ട് ചെയ്തിരിക്കുന്ന ടൈം. അടുത്തത് ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ്. അതിന്റെ ഓരോ ടെസ്റ്റിന്റെയും പേര് പറയാം. പ്രൊഫഷണൽ നോളജ് അതിന് 65 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. മാക്സിമം മാർക്സും 65 ആണ്. ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ എഴുതാവുന്നതാണ്. അലോട്ട് ചെയ്തിരിക്കുന്ന ടൈം 55 മിനിറ്റ് ആണ്. റീസണിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡിന് 40 ക്വസ്റ്റ്യൻസും അതിന് മാർക്ക് 40 ആണ്. ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ എഴുതാവുന്നതാണ്. അലോട്ട് ചെയ്തിരിക്കുന്ന ടൈം 25 മിനിറ്റ് ആണ്. അതേപോലെ തന്നെ അടുത്തത് ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 40 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, 40 മാർക്കിന്. ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഉത്തരങ്ങൾ എഴുതാം. 30 മിനിറ്റ് ആണ് അതിന് അലോട്ട് ചെയ്തിരിക്കുന്ന ടൈം. അടുത്തതായിട്ട് ജനറൽ അവയർനെസ് ആണ്. 20 ക്വസ്റ്റ്യൻസ് ആണുള്ളത്, 20 മാർക്കും. ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ എഴുതാവുന്നതാണ്. 15 മിനിറ്റ് ആണ് അതിന് അലോട്ട് ചെയ്തിരിക്കുന്ന ടൈം. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് അടുത്തതായി വരുന്നത്. 35 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, 35 മാർക്ക്. ഇംഗ്ലീഷ് തന്നെ ആയിരിക്കും അതിന്റെ മീഡിയം. അതിന് അലോട്ട് ചെയ്തിരിക്കുന്ന ടൈം 25 മിനിറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റിന് അലോട്ട് ചെയ്തിരിക്കുന്ന ടൈം 2.5 മണിക്കൂറാണ്. അതുകൂടാതെ നമുക്ക് ഇതിന്റെ സിലബസിന്റെ ഫോക്കസ് ഏരിയ അവർ തന്നിട്ടുണ്ട്. ഓരോന്നിന്റെയും ഓരോ തസ്തികയുടെയും ഫോക്കസ് ഏരിയ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ കാണാവുന്നതാണ്. സിലബസ് ഫോർ മാനേജ്മെന്റ് ട്രെയിനി ജനറൽ അതിന്റെ ഫോക്കസ് ഏരിയ തന്നിട്ടുണ്ട്. നിങ്ങൾ ഈ പോയിന്റ് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. രണ്ടാമത് വന്നിരിക്കുന്നത് സിലബസ് ഫോർ മാനേജ്മെന്റ് ട്രെയിനി ടെക്നിക്കൽ, അതിനും ഫോക്കസ് ഏരിയ തന്നിട്ടുണ്ട്. അടുത്തത് സിലബസ് ഫോർ അക്കൗണ്ടന്റ്, അതിന്റെയും ഫോക്കസ് ഏരിയ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത്
ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് SRD ഇതിന്റെ ഫോക്കസ് ഏരിയ ഒക്കെ തന്നിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് വേണം ഓൺലൈൻ എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഇനി ആർക്കെങ്കിലും നോട്ടിഫിക്കേഷൻ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങളുടെ മെയിൽ ID തന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഞങ്ങൾ സെൻഡ് ചെയ്ത് തരുന്നതാണ്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. ഓൺലൈനായിട്ട് മാത്രമാണ് ഇത് ആപ്ലിക്കേഷൻ അയക്കേണ്ടത്. 12/1/2025 മുൻപായി അപ്ലൈ ചെയ്യുക. അതിന് ഫോട്ടോഗ്രാഫ് 4.5 × 3.5 വലിപ്പത്തിലുള്ള ഫോട്ടോഗ്രാഫ് വേണം. അതേപോലെ തന്നെ സിഗ്നേച്ചർ ആവശ്യമുണ്ട്. ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ വേണം. അതേപോലെ നമ്മൾ കൈകൊണ്ട് എഴുതിയ ഒരു ഡിക്ലറേഷൻ ആവശ്യമുണ്ട്. ഇത്രയും കാര്യം ഡിക്ലറേഷന്റെ ഒരു ഫോമാറ്റ് തൊട്ട് താഴെ അവർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് നോക്കിയിട്ട് വേണം ഡിക്ലറേഷൻ എഴുതാനായിട്ട്. അതേപോലെ തന്നെ സിഗ്നേച്ചർ യാതൊരു കാരണവശാലും ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ പാടില്ല. അതവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്ന് പ്രത്യേകം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിക്ലറേഷൻ എഴുതി നോക്കുമ്പോൾ തൊട്ട് താഴെ അതിന്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. ആ രൂപത്തിൽ തന്നെ ആയിരിക്കണം ഡിക്ലറേഷൻ എഴുതേണ്ടത്. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഫീസിനെ പറ്റി നോക്കാം. അതായത് SC ST PWBD എക്സ് സർവീസ്മാൻ ആൻഡ് വുമൺ കാൻഡിഡേറ്റ്സ് ഇവർക്ക് ആപ്ലിക്കേഷൻ ഫീ ഇല്ല. എന്നാൽ ഇന്റിമേഷൻ ചാർജസ് ഉണ്ട് 500 രൂപ. അപ്പൊ ഈ കാറ്റഗറി വരുന്നവരെല്ലാം 500 രൂപ മാത്രം അടച്ചാൽ മതിയാകും. അതർ കാൻഡിഡേറ്റ്സ് ബിലോങ്ങിംഗ് ടു അൺറിസർവ്ഡ് അതായത് UR EWS ആൻഡ് OBC അവർക്ക് ആപ്ലിക്കേഷൻ ഫീ 850 രൂപയും അത് കൂടാതെ ഇന്റിമേഷൻ ചാർജസ് ഒരു 500 രൂപയും കൂടെ കൂട്ടി ടോട്ടൽ 1350 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. ഇത് ഓൺലൈനായിട്ട് തന്നെയാണ് അടയ്ക്കേണ്ടത്. കേരളത്തിലെ എക്സാം സെന്റർ എവിടൊക്കെയാണെന്ന് നോക്കാം. കൊച്ചി, എറണാകുളം, തിരുവനന്തപുരം, കണ്ണൂർ, കൊല്ലം, തൃശൂർ, കോട്ടയം. ലക്ഷദ്വീപിലുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഈ എക്സാം സെന്ററുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഈ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ CWCയുടെ വെബ്സൈറ്റായ www.cewacor.nic.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അത് കൃത്യമായിട്ട് വായിച്ചു നോക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു.